ഈ ഡ്രഗ് മാഫിയ ചുറ്റും നിങ്ങൾക്ക് വേണ്ടി കണിയൊരുക്കി കാത്തിരിക്കുന്നു. അവരെ തിരിച്ചറിയാൻ എൻ്റെ കുട്ടികൾക്ക് കഴിയണം. എമർജിംഗ് വൈക്കം നമുക്കൊരു നന്നായിട്ട് നമ്മൾ ഈ ഡ്രഗ് യൂസും ബാക്കിയെല്ലാം നന്നായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആക്ട്രസ്മാരും നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ടീച്ചർമാരും ഭയങ്കര നന്നായിട്ടാണ്. കുറേ ഇതുപോലത്തെ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ കുറേ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഡ്രഗ് യൂസിൽ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സങ്കടപ്പെടേണ്ട, എല്ലാം നമുക്ക് മാറ്റാൻ എളുപ്പമായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ആ കുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ടീച്ചേഴ്സും സൊസൈറ്റിയുമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടാൻ തോന്നുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ലഹരിയിൽ നിന്ന് മാറാൻ, അതായത് ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരാവാനുള്ള ഒരു സന്ദേശമാണ് ഈ ഷോർട്ട് ഫിലിം നമുക്ക് നൽകുന്നത്. ഇതിൽ ജോമോനും ടീച്ചറും തമ്മിലുള്ള ഒരു ബന്ധത്തെയും നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഒരു ഒക്കെ കൂടി ഒരു ഡെഡിക്കേഷൻ കാരണമാണ് ജോമോൻ ഇതിൽ നിന്നും ആ ലഹരിയിൽ നിന്നും ആ കുട്ടി രക്ഷപ്പെടുന്നത്. ഈ ഡ്രഗ് മാഫിയയിൽ നിന്ന് ആ കുട്ടി തിരികെ ജീവിതത്തിലേക്ക് വരുന്നത്. വളരെ ഒരു നല്ല സന്ദേശമാണ് ഈ ഷോർട്ട് ഫിലിം നൽകുന്നത്. എമർജിംഗ് വൈക്കത്തിനും ഇത് നടപ്പിലാക്കിയ എമർജിംഗ് വൈക്കത്തിന് വളരെയധികം ഞാൻ അഭിനന്ദിക്കുന്നു. പുതിയ തലമുറ അനുഭവിക്കുന്ന ലഹരിയെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു. ഒരു കുട്ടിക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ കുറച്ചും കൂടെ നന്നായിട്ട് അത് മാറിയാലും അതിനു വേണ്ടിയുള്ള എല്ലാം ആ ടീച്ചേഴ്സും കാണിക്കുന്നുണ്ട്. ആ ഒരു ഡെഡിക്കേഷനും എല്ലാം ആ കുട്ടിയുടെ ജീവിതത്തിലാണെങ്കിലും ഒരുപാടധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് നമ്മൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ നമ്മുടെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടതെന്ന് കൂടിയുള്ള പാഠമാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത്, ലഹരി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്, മറിച്ച് നമ്മുടെ ജീവിതത്തിനോടായിരിക്കണം നമുക്ക് ഒരുപാടധികം സ്നേഹം ഉണ്ടാവേണ്ടതെന്നും നമ്മൾക്ക് ഈ ഷോർട്ട് ഫിലിമിലൂടെ മനസ്സിലാകുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ വീഡിയോ കണ്ടപ്പോൾ തോന്നി ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത്. കാരണം ഇവരൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പിന്നെ അതിലൊരു ടീച്ചറെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് അസൂയ തോന്നി. നമ്മൾ ആ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്നൊരു റീതിങ്കിങ് അവിടെ ഇരുന്ന് ഞാൻ ആലോചിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ളൊരു ടീച്ചർ, ഒരു സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ളൊരു ടീച്ചർ, അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. പിന്നെ ആ ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ്, പ്ലസൻ്റ് ആയിട്ടുള്ള ഇതും കുട്ടികൾ എത്രത്തോളം ഇത് ചെയ്യുന്നതെന്ന് നമ്മളൊക്കെ എങ്ങനെയാണോ, കുട്ടികളുടെ സൈഡിൽ നിന്നല്ല ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ കൂടുതൽ അത് വ്യൂ ചെയ്യും. ടീച്ചേഴ്സ് ഏത് രീതിയിൽ ഇതിനെ കാണണം, സൊസൈറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മളെങ്ങനെ കാണണം എന്നുള്ളതാണ് ഞാൻ ഇവരുടെ ആംഗിളിലല്ല, ഒരു ടീച്ചറിൻ്റെ ആംഗിളിൽ, പിന്നെ ഒരു പാരൻറ്റിൻ്റെ ഒരു ആംഗിളിലാണ് ഞാനത് ശരിക്കും കണ്ടത്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളിതൊക്കെ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്, പക്ഷെ അതിനും അപ്പുറം നിങ്ങൾക്കൊരു ലൈഫുണ്ട്, നിങ്ങൾക്കൊരു വലിയൊരു ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ജീവിതം മാത്രമേ നിങ്ങൾ തീർത്തിട്ടുള്ളൂ. അത് നിങ്ങൾ ലഹരി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതമായിരിക്കണം. ഞാൻ യഥാർത്ഥത്തിലൊരു ടീച്ചറല്ല, പക്ഷേ ഷോർട്ട് ഫിലിമിൽ കൂടെ എനിക്ക് ആ ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. അതിന് എമർജിംഗ് വൈക്കത്തിനോട് എനിക്കിങ്ങനെ ഒരു റോൾ തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ എന്തോ
On behalf of the school management, staff and students, I welcome you all. സിനിമ കാണിച്ച അടിപൊളിയായിരുന്നു. അഷ്ടമയ കാരണം ആൾക്കാർ നടക്കാറുണ്ട്, അപ്പോൾ അവരെ എടുക്കുന്ന രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഇപ്പോൾ കാണിച്ച അടിപൊളിയായിരുന്നു. ലിസി സ്കൂളിലാണ് കാണിക്കാൻ. ഞാൻ ഓംവിക സോൺ കോഴിക്കാത്താണ് കടയിൽ വരണം. താങ്ക് യു.